ഹൈദരാബാദ് ടോളില്ലേ അത് തന്നെ അല്ലേ, നമ്മൾ എക്സ്പ്രസ് ഹൈവേ ഒരു 12 വരിയില്ലേ, അത് തന്നെ 12 ലൈനിലുള്ള 12 ലൈനിലുള്ള അതേ ഹൈവേ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഹൈദരാബാദ് നേരെ തെലങ്കാന അങ്ങനെ പിടിക്കുന്ന റോഡുണ്ട്, അത് തന്നെയാണ് കാണാൻ ഏകദേശം. ശരിക്കൊരു ഇന്ത്യയിൽ ഡൽഹിയിലോട്ട് പോകുന്നൊരു ഫീലാണ്. അത്രയ്ക്കൊരു ഡൽഹിയിൽ എപ്പോഴും തണുപ്പ് തുടങ്ങിയാൽ ഒരു രാവിലെ 6-7 മണിയിലാകുമ്പോൾ ഇങ്ങനെ മൂടി കെട്ടിട്ടുണ്ടാവാം, അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ളത് കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ട്. പിന്നെ ഇത് ഫുള്ളും ഇവരുടെ ലാംഗ്വേജ് ആയതുകൊണ്ട് എന്തെന്നാ ഇത് എഴുതിയെന്ന് വായിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ നല്ല രസമുണ്ട് അവർ എഴുത്ത് കാണാൻ. ഇങ്ങനെ ഒരു ചെടി ഒരു മരയിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ. ശരിക്കും ഇവർ ഈ കൃഷി കൊണ്ട് അത്ഭുതപ്പെട്ടു കേട്ടോ. കാരണം നമ്മൾ ഇത്രയും 2 ദിവസമായി ഡ്രൈവ് ചെയ്തിട്ട് സിറ്റി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരു ഗ്രാമം കാണുന്നത്. ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് ഈ പാറ്റയില്ലേ, ഇത് ഭയങ്കര ഇടങ്ങാറ്. ഇതിങ്ങനെ പറ്റി പിടിച്ച് നിൽക്കും, തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല, നമ്മുടെ ഗ്ലാസ് ഒരു ക്ലിയറേ ഉണ്ടാവില്ല. ഈ വിന്റർ ആയി കഴിഞ്ഞാൽ സൂര്യനെ കാണുകയില്ല, ഉദിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പക്ഷെ ഇതുവരെ മൂപ്പര് പുറത്ത് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ തീരെ ഒരു ലൈറ്റ് ഇല്ല, ഫുള്ളൊരു ഇരുണ്ട പോലെയുള്ളത്. പെട്രോൾ ഉണ്ടോന്ന് വേണ്ടി. ചൈനയില് എണ്ണ എടുക്കുന്നത് നമ്മൾ ഇന്ത്യനെ പോലെ തന്നെ ഇറാൻ തന്നെയാണ്. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്ന് ഇവരെടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് വലിയ എമൗണ്ട് ആകുന്നില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നല്ലൊരു പൈസ ആകുന്നില്ലേ. അതായത് പെട്രോളിന് ഇവിടെ ചൈനയിൽ ₹74 ഉള്ളൂ. പിന്നെ റഷ്യ ഇവിടെ ബോർഡർ അടുത്താണ്, ചൈനയായിട്ട് റഷ്യക്ക് ബോർഡർ ഉണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്രയും കുറഞ്ഞു. പക്ഷെ എന്നാലും ഇറാനിൽ നിന്ന് ഇവർ പെട്രോൾ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ കൊണ്ടുവന്നിട്ട് നമ്മൾ 110 കൊടുക്കുന്നില്ലേ, എന്താ അങ്ങനെ. ഒരു ബ്രിഡ്ജ് ഉണ്ടോ ചൈനയിലെ, ഒരു ലണ്ടൻ ബ്രിഡ്ജിന്റെ ചെറിയൊരു ബ്രിഡ്ജ് അല്ലേ, അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഒരു കുഞ്ഞു ബ്രിഡ്ജ്. ഞാൻ പിന്നെ ഫുള്ളും ബൈ റോഡ് ട്രാവൽ ആയതുകൊണ്ട് അധികവും റോഡിലൂടെയുള്ള വീഡിയോസ് ഉണ്ടാവാം. പിന്നെ ഇതുപോലെ ഏതെങ്കിലും ഗ്രാമത്തിൻ്റെ ഉള്ളിൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ അവിടെ പോകുന്നേരം മാത്രമാണ് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. കുറേ ആൾക്കാർ റോഡ് തന്നെ കാണിക്കുന്നത് ഭയങ്കര ബഹുമാനം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബൈ റോഡ് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അത് തന്നെയാണ് കിട്ടുക. ഹിച്ചൈക്കിങ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും മലൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. വീണ്ടും ഇത് നമുക്ക് കൃഷി കിട്ടി. റൈറ്റ് സൈഡിൽ ഞാൻ കാണിച്ചു തരാം. ക്യാമറ ഇങ്ങോട്ടേക്ക് പിടിക്കണം, എന്നാലേ ഇത് കാണാൻ പറ്റൂ. ഗ്ലാസും താഴെ തരാം. ഞാൻ പിന്നെ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്യാണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ ലിങ്ക് കാണാം. ഇതിന് താഴെ മുഴുവൻ കൃഷിയാണ്. ആദ്യം നമുക്ക് ലെഫ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ലോറിൻ്റെ മേത്ത് പോയിട്ട് മുട്ടും. വീണ്ടും കൃഷികളും അതുപോലെ തന്നെ ഈ ടൗണും കൂടി ഒന്നിച്ച് വന്ന്
ഇതിപ്പം നമ്മൾ ബോർഡർ കടന്ന് വന്ന ആ സ്ഥലം തന്നെ ഭയങ്കര ഹൈലൈറ്റ്. അപ്പം എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഉള്ളോട്ടെല്ലാം എന്തിനാ ശരിക്കും മെയിൻ സിറ്റീസെല്ലാം ഇവരെന്താ ആക്കി വെച്ചിട്ടുണ്ടാവാനാണ്. ഇപ്പോൾ ഒരു തമിഴ്നാട് എക്സ്പ്രസ് ഹൈവേ എല്ലാം പോലെ തോന്നുന്നുണ്ട്, നമ്മൾ കർണാടക എല്ലാം പോലെ ഇന്ത്യ ആയിട്ട് സാമ്യം തോന്നുന്നുണ്ട് ഈ റോഡുകളിലോട്ട് പോകുന്നേരം. ഏതോ ഒരു ലങ്ക്യ മൗണ്ടൻ ഉണ്ട് കേട്ടോ, അതാണ് അവിടെ കണ്ടത്. ഓവർ ബ്രിഡ്ജാണ് ഇതിന്റെ മുകളിലോട്ട് പോകുന്ന വണ്ടികളും കാര്യങ്ങളും. മുംബൈ എക്സ്പ്രസ് ഹൈവേ പോലെ എനിക്ക് തോന്നുന്നത്. ശരിക്കും ഒരു നമ്മളെ ഇന്ത്യൻ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന അതേ ഒരു ഫീല്. ലോറികൾ കാണുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ. നമ്മൾ ഇന്നലെ വൈകുന്നേരം പോയിട്ട് ഇത്രയും സമയമായിട്ടും ഇതുപോലത്തെ കുറേ ട്രക്കുകൾ തന്നെയാണ് കാണുന്നത്. രാത്രിയാണ് ഇവരധികവും ഒരു സ്ഥലത്ത് സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇവർ രണ്ടാളും ഭയങ്കര മത്സരമാണോ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ പറയാ, ചൈനയില് ആളുകള് വണ്ടി ഓടിക്കുമ്പോഴല്ലോ ഹോൺ അടിക്കൂല. ഇപ്പൊ നമ്മളെല്ലാം കുറച്ച് സമയം ക്യൂ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം ട്രാഫിക്കിൽ പെടുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഹോൺ അടിച്ച് ബീന്ന് അടിച്ചോളൂ. ഇവരാരും ഹോൺ അടിക്കുന്നില്ല. ഓരോ രാത്രി ആണെങ്കിൽ ലൈറ്റ് അടിക്കുന്നില്ല. അതെന്താ ഇവരിങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. അതായത് ഇങ്ങനത്തെ ലൈറ്റ് അടിക്കേണ്ട ആവശ്യം, നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് അടിക്കില്ല. പക്ഷെ ഇവർക്ക് അറിയാം ഒരു ലൈനിലെ ആൾക്കാർ ഇപ്പുറത്ത് അപ്പുറത്ത് വരൂല എന്നുള്ളത്. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ പല ലൈനിലും കയറി വണ്ടി ഓടിക്കില്ല. പക്ഷെ ഇവര് ഹോൺ അടിക്കുന്നില്ല. അതൊരു ഭയങ്കര ഞാൻ വന്ന മുതലേ ശ്രദ്ധിക്കുന്നത്. കുറച്ചും കൂടി നല്ല ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ആളുകൾ ചെറുങ്ങനെയാണ് പോവുക. അന്നേരം ബേക്കുന്ന ഹോൺ അടിക്കില്ല. ചൈനയിലായിട്ട് ഞാൻ ഒരു വണ്ടിൻ്റെ ഹോണ് കേട്ടിട്ടില്ല. അതൊരു സംഭവമാണ് കേട്ടോ ഈ രാജ്യം ആ കാര്യത്തിൽ. ആ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ചൈന ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ BYD വണ്ടികൾ, അതായത് ലോകത്തിൽ നല്ലോണം കാർ നിർമ്മിക്കുന്നുണ്ട് ചൈന. കോപ്പികൾ ഏറ്റവും കൂടുതൽ ഇറക്കുന്നത് ചൈന. അപ്പോൾ ജെട്ടൂർ നിങ്ങൾ കണ്ടാണ് ഡിഫൻഡറിൻ്റെ ഒരു പുതിയ സാധനം ഇറക്കി. അതുപോലെ BYD ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. പല ഫീച്ചേഴ്സിലുള്ള പല കോളത്തിലുള്ള വണ്ടികളുണ്ട് BYD. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ലോഗോയുടെ കുറേ വണ്ടികളുണ്ട്. ഭയങ്കര സൈസും ഭയങ്കര വീഡിയോസാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച് വണ്ടികൾ GCCയിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, എംബ്ലം നമുക്കങ്ങനെ
പക്ഷെ അവർ എഴുതാത്തോണ്ട് അവിടെ എന്തോ ബിസ്ലറി ബിസ്ലറി, ഇത് വെള്ളത്തിന്റെ, അതായത് ബിസ്ലറി ആണെന്ന് അറിയില്ല, അങ്ങനെ എന്തോ കണ്ടത്. നമ്മൾ ഇനിയും നഞ്ചങ് എത്തിയിട്ടില്ല. നമ്മൾ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് വിട്ടാണ്. സത്യം പറഞ്ഞാൽ ഉറക്കം ഒറ്റ രക്ഷയില്ല. അതിൻ്റെ ഇടയിൽ പമ്പിൽ എണ്ണ അടിക്കാൻ പോയ സമയത്ത് കുറച്ചൊന്ന്